അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. സൗ കേറി 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 കേറിയാ അവിടെ വെച്ചാളാ കേറി ഇരിക്കേ ഇരിക്കണ. അല്ല എന്ത് വിശേഷിട്ട് പോകുന്നേ? ഞാൻ പോകുന്നത് ഇപ്പൊ എനിക്കറിയില്ല, എന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞല്ലോ. അല്ല പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞാ? ആ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞടാ. അപ്പൊ 6 മാസമായിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്. പിന്നെ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒരു വിഷയമല്ലല്ലോ. പിന്നെ മുറ്റത്ത് ഗാർഡനും 2-3 ഈത്തപ്പനമരവും കുറച്ച് വലിയ ഫ്രൂട്ട്സ് എല്ലാം കൂടി വെച്ച് പണിയെല്ലാം കഴിഞ്ഞേക്കണ. ഈ കണ്ട പണികൾ ഫുള്ള് 6 മാസം കൊണ്ട് കഴിഞ്ഞ്. ആ പൈസ ഉണ്ടെങ്കിൽ പിന്നെ പണിക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. എന്താ ഇവിടെ ആകെ ചീത്തലടിക്കണ്ടല്ലോ, അതെന്താ? അതെ, ഈ പടിഞ്ഞാറ് ഭാഗമാണല്ലോ ഇതേ. അപ്പൊ ഒന്നായിട്ട് മഴ പെയ്യുമ്പോ ഒന്നായിട്ട് ചീതലട് വരും. ഈ സൈഡ് മൊത്തം വെള്ളയിക്കാരോ. എന്നാ പിന്നെ എനിക്ക് തന്നെ പൊളിച്ചളിഞ്ഞൂടെ ചാവോ? ഇങ്ങനത്തെ ഇപ്പൊ നാടൻ പേരെ ഇപ്പൊ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ കാണാണ്ടാ? ഇത് ഇത്ര പണിയുണ്ടപ്പോ പൊളിക്കാൻ ഒരു അരമണിക്കൂർ JCB വിളിച്ചാൽ പൊളിച്ചാ പോരാ എനിക്ക്? പൊളിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇതേമാതിരി ഒന്നും ഉണ്ടാക്കണ്ടേ? പൈസ കണ്ടമാനം വരൂല്ലേ? അല്ലെങ്കിൽ ആരാ സാവോ പൈസ ഉണ്ടായിട്ട് ഇതൊക്കെ ചെയ്യണേ? എന്റെ പെരേനെ 6000 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ തന്നെ എനിക്കിപ്പോ സൗകര്യങ്ങൾ പോരാ. എന്റെ കുടുംബങ്ങൾക്കൊക്കെ ശരിക്കും ഈ താമസിക്കാൻ സൗകര്യം ഉണ്ടാ? ഇതാണ് പൊളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഉണ്ടാക്കിക്കൂടാ? അതല്ല നല്ലത്. അല്ല കുടിയിരിക്കൽ ഇപ്പൊ എന്താ പറഞ്ഞത്? കുടിയിരിക്കല് അടുത്ത ഞായറാഴ്ചയാണ്, മറക്കണ്ട കേട്ടാ. ഞാൻ പോവാട്ടാ. ഓരോ വീടും അവനവന് സ്വർഗരാജ്യമാണ്. അതെത്ര ചെറുതായാലും വലുതായാലും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സാമ്പത്തിക രീതികളും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പെട്ടെന്ന് നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന മറ്റു വീടുകളെ നമ്മുടെ സാഹചര്യങ്ങളുമായി ഒരിക്കലും താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. അതവരെ മാനസികമായി വല്ലാതെ പ്രയാസത്തിലാക്കും. മഴയാണെങ്കിലും വെയിലായാലും അതൊന്നും ഏൽക്കാതെ അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ അവർ സന്തോഷത്തോടെ കഴിയട്ടെ.